ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ്, ക്യാബേജ്, ക്യാരറ്റും കൊണ്ടുള്ള നല്ലൊരു തോരനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ആ ബെൽ ഐക്കൺ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ക്യാബേജ് ഏകദേശം 1 കപ്പോളം അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/4 കപ്പ്, 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കിയത്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എടുക്കാൻ ഞാൻ വിട്ടുപോയി, ചിരവിയ തേങ്ങ 1/2 കപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. അപ്പം നമുക്ക് ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കടുക് പൊട്ടിക്കാൻ മാത്രം. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കറിവേപ്പില യൂസ് ചെയ്യാൻ മറന്നുപോയി, കറിവേപ്പില എടുക്കാൻ ഞാൻ വിട്ടുപോയി. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1 കൈ ഓളം വരുന്ന കൊഞ്ച്, അത്ര മാത്രമേ ഉള്ളൂ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയാണെങ്കിലും ഇടാൻ പറ്റും. ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരുമ്പോഴേ ആ തോരന് നല്ല ടേസ്റ്റാണ്. 1 കിലോ ചെമ്മീൻ വാങ്ങിക്കുമ്പോഴേ അതിൽ 1 കൈയോളം എടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇത് വേവാനായിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്കിന് അടച്ചു വെക്കാം. അപ്പോൾ അതിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഈ ചെമ്മീന് നന്നായിട്ട് വെന്ത് വരും. ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ചെമ്മീന് കുറച്ച് ഉപ്പ് അതിൽ തന്നെ കാണുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ഒന്നുകൂടെ കൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുട്ടികളൊക്കെ സാധാരണ തോരനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും എല്ലാവർക്കും ഇഷ്ടപ്പെടും. തോരന് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുഴുവനായിട്ടില്ല, 90% ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കാൻ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി, ചെറുതായിട്ടൊന്ന് വാടുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തായതുകൊണ്ട് അത് പെട്ടെന്ന് കുക്കായി വരും. അതുകൊണ്ടാണ് ക്യാബേജ് ആദ്യം ഒന്ന് വഴറ്റി ഇളക്കി നന്നായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തോരൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ സിമ്മയിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നതും അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതൊന്ന് മൂടി വെക്കാം. ഒരു കുറച്ച് സമയത്തേക്കിന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. സിമ്മിലിട്ട് തന്നെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ വെജിറ്റബിൾസിനൊക്കെ ടേസ്റ്റും കിട്ടും. നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടി വരില്ല. അതിലേ തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കുറച്ച് വെള്ളമയം കൂടുതലുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് തുറന്നിട്ട് തീ കൂട്ടി കൊടുത്ത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട്
ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വെള്ളം വറ്റിക്കാനായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പച്ചക്കൊഞ്ചിന് പകരം ഉണക്കക്കൊഞ്ചാണെങ്കിലും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തലയും വാലും കളഞ്ഞൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതിലൂടെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ പച്ചക്കൊഞ്ച് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇപ്പം ഈ ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫിഷ് കിട്ടാത്തവർക്ക് ഉണക്കക്കൊഞ്ച് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അപ്പം അത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.